ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ആസിഡ്സ് ബേസ് സോൾട്സിന്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ എന്തിനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആസിഡുകളെ കുറിച്ച് പഠിച്ചു, ആൽക്കലികളെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എന്തായിരിക്കും? സോൾട്സ് ആയിരിക്കും അല്ലേ? അതെ, സോൾട്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഈ വാക്ക് നമ്മൾ ആദ്യം എവിടെയാണ് കേൾക്കുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ കുറിച്ച് പഠിച്ചു അല്ലേ? എന്തായിരുന്നു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ആസിഡ്സും ആൽക്കലികളും റിയാക്ട് ചെയ്തിട്ട് അവയുടെ ഇഫക്റ്റിനെ നള്ളിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് ആസിഡിന്റെ ബിഹേവിയറും ആൽക്കലിയുടെ ബിഹേവിയറും ഇല്ലാത്ത സബ്സ്റ്റൻസ് ഉണ്ടായി. ഏത് റിയാക്ഷനാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്? HClഉം സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിയുള്ള റിയാക്ഷൻ ആയിരുന്നു അല്ലെ? എന്തൊക്കെയായിരുന്നു നമ്മൾ റിയാക്ഷനിൽ കണ്ടേ? സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു, അതിലേക്ക് ബ്യൂററ്റിന്റെ സഹായത്തോടെ HCl ആഡ് ചെയ്തു. അങ്ങനെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നു. അത് ഐഡന്റിഫൈ ചെയ്ത് എങ്ങനെയായിരുന്നു? പിങ്ക് കളറുള്ള സൊല്യൂഷൻ കളർലെസ് ആയി മാറുന്നതിലൂടെ അല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മൾ അത് എഴുതിയത്? ഒന്നുകൂടി എഴുതി നോക്കാം. എന്തൊക്കെയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു അല്ലെ? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ HCl റിയാക്ട് ചെയ്തു. HCl റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? NaClഉം H2Oയും കിട്ടി അല്ലേ? ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് നോക്കാം. ഇങ്ങനെയുള്ള റിയാക്ഷനിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം കാണിക്കാത്ത രണ്ട് പ്രൊഡക്റ്റുകളാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോ ഇവയുടെ രണ്ടിന്റെയും സ്വഭാവം കാണിച്ചിരുന്നില്ല അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ അവയ്ക്ക് ആസിഡിന്റെയും ആൽക്കലിയുടെയും ബിഹേവിയർ ഇല്ല എന്ന് മനസ്സിലാക്കിയത്? എങ്കിൽ നമുക്കിനി ഒരു കാര്യം കൂടി നോക്കാം. കഴിഞ്ഞ കൊല്ലം നമ്മൾ പലതരത്തിലുള്ള ബോണ്ടിങ്ങുകളെ പരിചയപ്പെട്ടിരുന്നു അല്ലെ? ഇതൊക്കെ തരം ബോണ്ടിങ്ങുകളാണ് നിങ്ങൾക്ക് അറിയാവുന്നേ? അയണിക് ബോണ്ടുകള്, കൊവാലൻ ബോണ്ടുകള്, കോർഡിനേഷൻ ബോണ്ടുകള്, അങ്ങനെ പലതരത്തിലുള്ള ബോണ്ടുകളെ കുറിച്ച് പഠിച്ചു. എന്തായിരുന്നു അയണിക് ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ? ഏത് എലമെന്റ് ആണോ ആ എലമെന്റ് അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ഒന്നില്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ? അങ്ങനെ അവ എന്തായിട്ട് മാറുന്നു? അയോണുകളായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള അയോണുകളിൽ കൂടിച്ചേരുമ്പോഴാണ് അയണിക് ബോണ്ടുകൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണല്ലോ. അപ്പോൾ അതിനൊരു ഉദാഹരണം പഠിച്ച ഒന്ന് തന്നെയല്ലേ NaCl? NaCl ഏത് തരത്തിൽ? NaCl എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ഏത് തരത്തിലുള്ള ബോണ്ടാണ് കാണപ്പെടുന്നത്? അപ്പോൾ അയണിക് ബോണ്ടുകളാണ്. അഥവാ NaCl എന്ന് പറയുന്നത് ഒരു അയോണിക് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാം ഇല്ലേ? ഇനി എങ്ങനെയായിരിക്കും ഇവ ഫോം ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. കഴിഞ്ഞ കൊല്ലം പഠിച്ചത് തന്നെയാണല്ലേ? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 11. എന്തിനു വേണ്ടിയായിരുന്നു ഇവ അയണൈസ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 281 ആയിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നു കാണും. എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കുക, അഥവാ ഒക്ടറ്റ് റൂൾസ് ഒബേ ചെയ്യുക. അതിനു വേണ്ടിയായിരുന്നു അല്ലെ? അപ്പോൾ സോഡിയം എന്ത് ചെയ്യും? ഇതിന്റെ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? Na+1 ആയിട്ട് മാറുന്നു. അഥവാ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 28 ആയിട്ട് മാറുന്നു അല്ലേ? ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ എത്രയായിരുന്നു? 17. 2 8 7. ഒക്ടറ്റ് റൂൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കുന്നതിന് വേണ്ടി എത്ര ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് ഇവിടെ? ഒരു ഇലക്ട്രോണിന്റെ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്ലോറിൻ എന്തായിട്ട് മാറി? -1. അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 288. ഇങ്ങനെ ആയിരുന്നല്ലോ ഫോം ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ അയോണുകളുടെ ചാർജുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. Na+ അഥവാ പോസിറ്റീവ് ചാർജും Cl- അഥവാ നെഗറ്റീവ് ചാർജും. ഇങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടി ചേരുമ്പോൾ അവയുടെ ചാർജ് എന്തായിട്ട് മാറും? +1ഉം -1ഉം കൂടി ചേരുമ്പോൾ 0 ആയിട്ട് മാറും.
അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ എങ്ങനെയായിരിക്കും സോഡിയം ക്ലോറൈഡ് ഫോർമേഷൻ നടക്കുന്നതെന്ന് ചെയ്തു നോക്കാം. ആദ്യം NaOH നെ നമുക്ക് അയണിക് ഫോമിലേക്ക് ഒന്ന് എഴുതി നോക്കാം. Na+OH- അല്ലേ, പ്ലസ് H+Cl-. ഇനി ഒന്ന് കണ്ടു നോക്കൂ, നമ്മുടെ പ്രോഡക്റ്റ് ഏതൊക്കെയായിരുന്നു? OHഉം H+ഉം കൂടി ചേർന്ന് എന്തായിട്ട് മാറി? H2O അഥവാ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം വാട്ടർ ഫോം ചെയ്ത് എഴുതാലോ. ഇനി ബാക്കി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കൂ. Na+ഉം Cl-ഉം ഇവ കമ്പൈൻ ചെയ്ത് NaCl ഉണ്ടായി. നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയല്ലോ. ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആസിഡുകളും ആൽക്കലികളും കൂടി ചേരുമ്പോൾ സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. ഈ ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ സോൾട്ട്സ് എന്ന് പറയുന്നത്. സോൾട്ടിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടു. എന്തായിരുന്നു? അവയ്ക്ക് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ ബിഹേവിയർ ഇല്ല. രണ്ടാമത്തത് എന്താണ്? ഇവ അയോണിക് കോമ്പൗണ്ടുകളാണ്. ഈ രണ്ട് കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ പലതരത്തിലുള്ള നമ്മൾ വേറെയും ആസിഡുകളും ആൽക്കലികളെയും പരിചയപ്പെട്ടിരുന്നു ഇല്ലേ? അവയെ കൂടി ഇതുപോലെ കമ്പൈൻ ചെയ്യാം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സോൾട്ടുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് എഴുതി നോക്കിയാലോ. നമുക്കറിയാവുന്ന ഒരു ആസിഡാണ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl. ഈ HCl-നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ KOH ആയിട്ട് നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. HCl ആസിഡ് ആണെന്നും KOH ആൽക്കലി ആണെന്നും അറിയാലോ. എന്തിന്റെ ബേസിസിലായിരുന്നു നമ്മൾ ആൽക്കലിനെയും ആസിഡ്സിനെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായത്? H+ അയൺസിനെ കൊടുക്കുന്നവ ആസിഡുകൾ എന്നും H- അയണുകളെ ലിബറേറ്റ് ചെയ്യുന്നവ ആൽക്കലികളുമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കൂ. എന്തായിരിക്കും? ആദ്യം നമുക്കറിയാം ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടത്താൻ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യും ഇല്ലേ? അപ്പൊ വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ആദ്യം എന്തൊക്കെ പോവും? H+ഉം OH-ഉം. ആദ്യം ഇവയെ അയണിക് ഫോമുകളിലേക്ക് നമുക്ക് ആദ്യം എഴുതി നോക്കാം. H+Cl- K+OH- അല്ലേ? അപ്പൊ ഇതില് H+ അയണും OH- അയണും കൂടി ചേർന്നിട്ട് വാട്ടർ ഫോം ചെയ്തു അല്ലേ? വാട്ടർ ഫോം ചെയ്തതിന് ഇനി ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? K+ഉം Cl- അഥവാ KCl. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ സോൾട്ട് ഏതാണ്? KCl ആണ് അല്ലേ? അപ്പൊ റിയാക്ട് ചെയ്ത സബ്സ്റ്റൻസുകൾ ആസിഡും ആൽക്കലികളുമാണ്. അങ്ങനെയെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് തരികയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഒരു സോൾട്ടിനെ തന്നാൽ തിരിച്ച് ആസിഡുകളെയും ആൽക്കലികളെയും അവയിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. അടുത്തൊരു ഉദാഹരണം നോക്കാം. NaNO3 ഇതാണ് നമ്മുടെ സോൾട്ട്. Na എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സോൾട്ട് എടുക്കാം. NO3 എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ഒരു ആസിഡ് എടുക്കാം. NO3 വരുമ്പോൾ നിങ്ങൾക്ക് ഏത് ആസിഡ് ഓർമ്മ വരുന്നേ? നൈട്രിക് ആസിഡ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം HNO3 അഥവാ നൈട്രിക് ആസിഡ് എടുക്കാം ഇല്ലേ? നൈട്രിക് ആസിഡ് എടുത്തു. ഇനി ഇവിടെ എന്താ വരുന്നത്? സോഡിയം ആണല്ലേ? സോഡിയം കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബേസിനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആൽക്കലിനെ നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഏതാണ്? ഇവിടെ NO3യുടെ കൂടെ H ആണ് നമ്മൾ കൂട്ടിയത്. അപ്പൊ നമുക്ക് HNO3 കിട്ടി. ഇവിടെ നമുക്ക് ആൽക്കലിനെയാണ് വേണ്ടത്. അപ്പൊ ഏതായിരിക്കും കൂട്ടേണ്ടി വരിക? OH- ആയിരിക്കും അല്ലേ? അപ്പോ NaOH ആഡ് ചെയ്യാം. അപ്പൊ എന്തായി? ആസിഡ് നമുക്ക് കിട്ടി, ആൽക്കലിൻ കിട്ടി. NaOHഉം HNO3 കൂടി റിയാക്ട് ചെയ്താൽ NaNO3. അങ്ങനെയെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ബാക്കിയുള്ള ഭാഗം കൂടി നിങ്ങൾക്ക് ഫിൽ ചെയ്യാമല്ലോ. നോക്കാം. ഇതുവരെ നമ്മൾ ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് എന്താന്ന് പറഞ്ഞു അല്ലേ?
ആസിഡുകളും ആൽക്കലികളും റിയാക്ട് ചെയ്ത് സോൾട്ട്സും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. അതിന് ഒരു ഉദാഹരണം നമ്മൾ എക്സ്പീരിമെൻറ്റിലൂടെ നമ്മൾ കണ്ടു. അതിൽ നമ്മൾ എന്ത് കൺക്ലൂഷനിലാണ് എത്തിച്ചേർന്നത്? ആസിഡുകളും ആൽക്കലികളും റിയാക്ട് ചെയ്യുമ്പോൾ അവ സോൾട്ട്സ് ഫോം ചെയ്യുന്നു എന്ന് കണ്ടു അല്ലേ? 1-2 ഉദാഹരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം കുറച്ച് ആസിഡുകളും ആൽക്കലികളുടെയും പേര് അവിടെ നൽകിയിട്ടുണ്ട്. അവ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സോൾട്ട്സിൻ്റെ നെയിമുമാണ് അപ്പുറത്ത് തന്നിരിക്കുന്നത്. എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ HCl ആണ്. HCl മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ചേരുമ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. നമുക്കറിയാം HCl എന്ന് പറയുമ്പോൾ ആസിഡാണ്, H+നെ ഡൊണേറ്റ് ചെയ്യുന്നു. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിലെ OHനെ ഡൊണേറ്റ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂളും ബാലൻസ് വരുന്ന മെഗ്നീഷ്യവും ക്ലോറിനും ചേർന്ന് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ആ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ബാലൻസ് ചെയ്യാൻ ഓർക്കുക. കാരണം 2 ക്ലോറിൻ ആറ്റത്തിനെ അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരും. അടുത്തത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണല്ലേ. സൾഫ്യൂരിക് ആസിഡും കാൽസ്യം ഹൈഡ്രോക്സൈഡുമാണ്. ഇവ രണ്ടും കൂടി ചേരുമ്പോൾ കാൽസ്യം സൾഫേറ്റ് ഉണ്ടാകുന്നു. അഥവാ 2 H2ഉം 2 OH- കൂടി ചേർന്ന് വാട്ടർ മോളിക്യൂളും ബാക്കിയുള്ള കാൽസ്യവും സൾഫേറ്റും കൂടി ചേർന്ന് കാൽസ്യം സൾഫേറ്റും ഉണ്ടാകുന്നു. ഇങ്ങനെയാണല്ലോ നമ്മൾ ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് സോൾട്ട്സ് ഉണ്ടാകുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അടുത്ത റിയാക്ഷനുകളും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കണ്ടെത്താമല്ലോ. സൾഫ്യൂരിക് ആസിഡിലെ 2 ഹൈഡ്രജനും അലുമിനിയം ഹൈഡ്രോക്സൈഡിലെ OHകളും കൂടി ചേർന്ന് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നു. ബാക്കിയുള്ള അലുമിനിയവും സൾഫേറ്റും കൂടി ചേർന്ന് അലുമിനിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നു. എന്നാൽ നൈട്രിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി റിയാക്ട് ചെയ്യുമ്പോഴോ ഒരു ഹൈഡ്രജനും ഒരു OHും കൂടി ചേർന്ന വാട്ടറും ബാക്കി വരുന്ന NO3യും NAയും കൂടി ചേർന്ന് സോഡിയം നൈട്രേറ്റും ഉണ്ടാകുന്നു. അഥവാ NaNO3. ഫോസ്ഫോറിക് ആസിഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ആണെങ്കിലോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ആണ് ഉണ്ടാകുന്നത്. പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ടല്ലേ. ഇതൊക്കെ കൂടി ചേർന്നിട്ടാവും ഫോസ്ഫോറിക് ആസിഡിലെ ഹൈഡ്രജനും OH- കൂടി ചേർന്ന്. ഇനി നമുക്ക് തിരിച്ച് സോൾട്ടുകൾ തന്നാൽ ആസിഡുകളും ആൽക്കലികളും ആക്കാൻ പ്രയാസമുണ്ടാവില്ലല്ലോ. കാരണം നമ്മുടെ ഏതാണോ സോൾട്ട് എടുക്കുന്നത് ആ സോൾട്ടിലെ മെറ്റൽ ഏതാണോ ആ മെറ്റലിൻ്റെ കൂടെ OH ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആൽക്കലികൾ കിട്ടും അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് തന്നെ. മെറ്റാലിക് ഓക്സൈഡ്സ് ജനറലി ആൽക്കലൈൻ ബിഹേവിയർ ആണ് കാണിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഏതൊക്കെയാണോ മെറ്റൽ ആ മെറ്റലിനോട് കറസ്പോണ്ടിങ് OHകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കലി ലഭിക്കുന്നു. ബാക്കി ഉള്ള നോൺ മെറ്റാലിക് പാർട്ടുകളിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്കതിൻ്റെ ആസിഡിനെയും കിട്ടും അല്ലേ? ഇവിടെ നോക്കൂ, തിരിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കൂ. മെഗ്നീഷ്യത്തിൻ്റെ കൂടെ OH ചേർക്കുമ്പോൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ആൽക്കലി കിട്ടി. ക്ലോറിൻ്റെ കൂടെ H ചേർക്കുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടി. അതുപോലെ തന്നെ കാൽസ്യം സൾഫേറ്റിൻ്റെ കേസിൽ നോക്കൂ, കാൽസ്യമാണ് അതിലെ മെറ്റൽ പാർട്ട്. അതിൻ്റെ കൂടെ OH- ചേർക്കുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡും SO4ൻ്റെ കൂടെ ഹൈഡ്രജൻ ചേർക്കുമ്പോൾ അത് സൾഫ്യൂരിക് ആസിഡായി മാറുന്നു. അലുമിനിയത്തിൻ്റെ കൂടെ OH ചേർക്കുമ്പോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡും സോഡിയത്തിൻ്റെ കൂടെ OH ചേർക്കുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യത്തിൻ്റെ കൂടെ OH ചേർക്കുമ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും കിട്ടുമ്പോൾ SO4ൻ്റെ കൂടെ ഹൈഡ്രജൻ ചേർത്ത് സൾഫ്യൂരിക് ആസിഡും HNO3യുടെ കൂടെ ഹൈഡ്രജൻ ചേർത്ത് നൈട്രിക് ആസിഡും PO4 ഫോസ്ഫേറ്റ് അയണിൻ്റെ കൂടെ ഹൈഡ്രജൻ ചേർത്ത് ഫോസ്ഫോറിക് ആസിഡും ലഭിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ആസിഡും ആൽക്കലികളും തന്നാൽ സോൾട്ടിനെയും
സോൾട്ടുകൾ തന്നാൽ ആസിഡിനെയും ആൽക്കലികളെയും വേർതിരിച്ചെഴുതാൻ പറ്റുമല്ലോ. എങ്കിൽ നമുക്ക് അടുത്തതൊന്ന് കണ്ടു നോക്കാം. കുറച്ച് പോസിറ്റീവ് അയോണുകളും കുറച്ച് നെഗറ്റീവ് അയോണുകളും തന്നിട്ടുണ്ട് ഇല്ലേ? ഈ പോസിറ്റീവ് അയോണുകളെല്ലാം മെറ്റൽസാണ്. ഈ മെറ്റൽസിനോട് കറസ്പോണ്ടിങ് OHകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നവ എന്തായിരിക്കും? ആൽക്കലികളായിരിക്കും അല്ലേ? ഈ ആൽക്കലികളെ നമുക്ക് ആസിഡുകളുമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് സോൾട്ടുകൾ കിട്ടും. എങ്കിൽ നമുക്കിവിടെ ഈ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും സഹായത്തോടെ കുറച്ച് സോൾട്ടുകളെ ഉണ്ടാക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും സഹായത്തോടു കൂടി നമുക്ക് കുറച്ച് സോൾട്ടുകളുടെ കെമിക്കൽ ഫോർമുല കൂടി എഴുതി നോക്കാം. അവയിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് അയോണുകളെയും നെഗറ്റീവ് അയോണുകളെയും കൂടി കണ്ടുപിടിക്കാമല്ലോ. നോക്കൂ, ഇവിടെ നമുക്ക് സോൾട്ട് ആദ്യം തന്നിരിക്കുന്നത് സോഡിയം ക്ലോറൈഡാണ്, അഥവാ NaCl. Na എന്ന് പറയുന്നതിലെ പോസിറ്റീവ് അയോണും Cl- എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് അയോണുകളുമാണ്. അമോണിയം ക്ലോറൈഡ് ആണെങ്കിലോ NH4Cl. NH4 എന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് അയോണുകളും Cl- എന്ന് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ് അയോണുകളുമാണ്. കോപ്പർ സൾഫേറ്റിൻ്റെ കേസിൽ Cu എന്ന് പറയുന്നത് കോപ്പർ 2+ഉം SO4 എന്ന് പറയുന്നത് 2- CaCO3 എന്ന് പറയുമ്പോൾ Ca2+ഉം CO3 2-കളുമാണ്. ഇവിടെ നമ്മൾ സോൾട്ടിൻ്റെ നെയിമുകളിലേക്ക് നോക്കൂ. ഒരു പോസിറ്റീവ് ചാർജുള്ള അയേണിനെയും ഒരു പോസിറ്റീവ് ചാർജുള്ള നെഗറ്റീവ് അയോൺ, ഒരു പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണിനോട് ഒരു നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ അയോൺ കൂടി ചേർന്നപ്പോഴാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടായത് അല്ലേ? അടുത്തത് നോക്കൂ, അമോണിയം ക്ലോറൈഡ് ആണെങ്കിലോ NH4+ന് ഒരു പോസിറ്റീവ് ചാർജും Cl- ഒരു നെഗറ്റീവ് ചാർജുമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അയോണുകളുടെ എണ്ണവും അതിനനുസരിച്ച് വ്യത്യസ്തപ്പെടുത്തണം. ഉദാഹരണത്തിന് നോക്കാം. അപ്പോൾ നമ്മൾ ആസിഡുകളും ആൽക്കലികളും റിയാക്ട് ചെയ്ത് സോൾട്ട് ഉണ്ടാക്കുന്നത് കണ്ടു. പോസിറ്റീവ് ചാർജുള്ള അയോണുകളും നെഗറ്റീവ് ചാർജുള്ള അയോണുകളും തന്നിട്ട് അവയെ സോൾട്ട് ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ സോൾട്ടുകളെ തിരിച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുള്ള അയോണാക്കി മാറ്റുന്നതും കണ്ടു. ഇനി എങ്ങനെയാണ് ഒരു സോൾട്ടിന്റെ കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കുറേ പോസിറ്റീവ് ചാർജുള്ള അയോണുകളും നെഗറ്റീവ് ചാർജുള്ള അയോണുകളും തന്നു. ഈ ചാർജുകളുടെ പോസിറ്റീവ് ചാർജിന്റെ നമ്പർ അതിന്റെ മുകളിൽ എഴുതിയിട്ട് കണ്ടു അല്ലേ? നെഗറ്റീവ് ചാർജിനെ അതുപോലെ എഴുതി കണ്ടു. അങ്ങനെയെങ്കിൽ ഇവ തമ്മിൽ എങ്ങനെ ഏത് റേഷ്യോയിലാണ് കോമ്പിനേഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കിവിടെ മീഷ്യം 2+ഉം Mg2+ അയോണും CO3 2- അയോണും തന്നിട്ടുണ്ട്. ഇവയുടെ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും? ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളതും ഒന്നിൽ കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉള്ളതും എഴുതാം അല്ലേ? ഒന്നുകിൽ CO3- Cl- രണ്ടെണ്ണം തന്നിട്ടുണ്ട്. രണ്ട് അയോണുകളുമായിട്ട് Cl- ഈ രണ്ട് അയോണുകളുമായിട്ട് Mg2+ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അഥവാ എങ്ങനെയാണ് ഇവയുടെ സോൾട്ട്, എന്താണ് ഇവയുടെ സോൾട്ടിന്റെ കെമിക്കൽ ഫോർമുല എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. അതിന് 2 ഇലക്ട്രോൺസിന് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് മെഗ്നീഷ്യം 2+ സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ Mg2+നെ നമ്മൾ എഴുതിയാൽ അടുത്തത് നമ്മൾ CO3 2- എഴുതി. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യം നമ്മൾ ഏതാണോ നമ്മുടെ പോസിറ്റീവ് ചാർജിൽ അയൺ തന്നിരിക്കുന്നത് അത് എഴുതി. രണ്ടാമത് നമ്മൾ നെഗറ്റീവ് ചാർജിൽ അയണും എഴുതി. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവയിലുള്ള ഈ ചാർജിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്റർചേഞ്ച് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് എഴുതണം. അഥവാ Mg2+ന്റെ ഈ 2+ ചാർജ് CO3- താഴെയും CO3- 2- ഈ 2- ചാർജ് Mgയുടെ താഴേക്ക് നമ്മൾ എഴുതും. എഴുതി നോക്കാം നമുക്കൊന്ന്. എങ്ങനെയാവും അപ്പൊ വരിക? Mg2
CO3 ഇത് ഒരൊട്ടാണ് ട്വൈസ് എന്നും വന്നു. ഓക്കെ, ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മള് നമ്പർ മാത്രമേ എടുത്തേന്നുള്ളൂ. അവയിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പറുകളെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് കളയും. അഥവാ 2/2 2/2 രണ്ടിലും കോമൺ 2 ആണ്. ആ 2 കൊണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്തായി? MgCO3 ആയി. ഇങ്ങനെയാണ് നമ്മൾ മെഗ്നീഷ്യം കാർബണേറ്റിന്റെ കെമിക്കൽ ഫോർമുല എഴുതുന്നത്. അങ്ങനെയെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡ് എങ്ങനെ എഴുതുന്നതെന്ന് കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഇനി നമുക്ക് മെഗ്നീഷ്യം ക്ലോറൈഡിനെ നോക്കാം അല്ലെ. എന്തായിരുന്നു? Mg2+ Cl- വരുന്നു അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ചാർജുകളെ നേരത്തെ ചെയ്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ എന്തായി? MgCl2 അല്ലേ. അപ്പൊ നമ്മള് മെഗ്നീഷ്യം ക്ലോറൈഡിന്റെ എങ്ങനെയായിരുന്നേ കണ്ടു അല്ലേ. അവയുടെ ചാർജുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. അഥവാ വാലൻസി എന്നുള്ള ഒരു ടേം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. വാലൻസികളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടാണ് നമ്മൾ ഇവയുടെ ഫോർമുല, കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് കാൽസ്യത്തിന്റെയും അമോണിയം അയോണുകളും അതിന്റെ കറസ്പോണ്ടിങ് ക്ലോറിനും സൾഫേറ്റും ഫോസ്ഫേറ്റുമായിട്ട് എങ്ങനെ ഫോം ചെയ്യുന്നു, അവയ്ക്ക് ഉണ്ടാവുന്ന സോൾട്ടുകൾ ഏതൊക്കെയാണെന്ന് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതുപോലെ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. മെഗ്നീഷ്യം ക്ലോറൈഡിന് പകരം കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിൽ എന്തായിരിക്കും? കാൽസ്യത്തിന്റെ കെമിക്കൽ ഫോർമുല എന്തായിരുന്നു? Ca2+. Cl- ആണെങ്കിലോ ഏതൊക്കെയാണോ കാറ്റയോൺ, ഏതാണോ പോസിറ്റീവ് ചാർജുള്ള അയൺ, ഏതാണോ നെഗറ്റീവ് ചാർജുള്ള അയൺ അവ എഴുതുന്നു. അതിനുശേഷം അവയുടെ ബാലൻസുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് സ്ക്രിപ്റ്റ് ആയിട്ട് താഴേക്ക് മാറ്റുന്നു. അഥവാ Ca ഇവിടെ 1 ആണ്, അപ്പൊ ഇവിടെ 1, Cl2 ഇവിടെ 2 ആണ്, അപ്പൊ 2 എന്ന് എഴുതി. ഇങ്ങനെ കോമൺ ആയിട്ട് എല്ലാത്തിലും പോകണമെന്നില്ല, പോവാത്ത ഭാഗങ്ങളും വരും. അവയെ അങ്ങനെ തന്നെ എഴുതുക. അപ്പൊ എന്താണ് കാൽസ്യം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല? CaCl2. ബാക്കിയുള്ളതാണെങ്കിലോ അമോണിയത്തിന്റെയും കൂടി നോക്കാം. NH4+ഉം Cl- ആണ്. രണ്ടിലും 1 ആണല്ലോ. അപ്പോൾ നോക്കൂ, NH4 Cl രണ്ടിലും 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമോണിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? NH4Cl. ഇതാണ് അമോണിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല. കൂടുതൽ ഉദാഹരണങ്ങൾ കാണാം. പൊട്ടാസ്യത്തിന് ഒരു പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു അയണിനെ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആൽക്കലിയോ സോൾട്ടോ ലഭിക്കും. നമുക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ സോൾട്ട് കിട്ടുക? അതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റിൽ ഒരു 5.7 ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. ആ ടേബിളിൽ കുറച്ച് പോസിറ്റീവ് അയണുകളും കുറച്ച് നെഗറ്റീവ് അയണുകളും തന്നിട്ടുണ്ട്. അന്ന് 2 അയണുകൾ ഞാൻ എടുക്കുകയാണ്, ഒരു പോസിറ്റീവ് അയണിയും ഒരു നെഗറ്റീവ് അയണിയും. പോസിറ്റീവ് അയണായിട്ട് നമ്മൾ ആദ്യം തന്നിരിക്കുന്നത് പൊട്ടാസ്യം അയണാണ്. അപ്പോൾ ആദ്യം പൊട്ടാസ്യം അയൺ തന്നെ ഞാൻ എടുത്തു. രണ്ടാമതായിട്ട് ഞാൻ അതിന് അവിടെ ഇല്ലാത്ത ഒന്നാണ് എടുത്തിരിക്കുന്നത്, ക്ലോറിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരയണാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ക്ലോറിന് നെഗറ്റീവ് ചാർജാണ് എന്ന് പറയാം. അപ്പോൾ ക്ലോറൈഡ് അയണിൽ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് ആസിഡും ബേസിസും ഏതാണെന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഏതാ? പൊട്ടാസ്യത്തിൻ്റെ കൂടെ OH ചേർക്കുകയാണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണല്ലേ. ക്ലോറിൻ്റെ കൂടെ H ചേർക്കുകയാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നമുക്ക് ആസിഡ് ഏതാണെന്നും കറസ്പോണ്ടിങ് ആൽക്കലി ഏതാണെന്നും കിട്ടി. ഏതാണ് നമ്മുടെ ആസിഡ്? ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണോ നെഗറ്റീവ് അയൺ അതിൻ്റെ കൂടെ കൂടി ചേർത്ത് വെക്കുമ്പോൾ HCl എന്ന് പറയുന്ന ഒരു ആസിഡ് കിട്ടി അല്ലേ. കറസ്പോണ്ടിങ് OH മൈനസ് ആണ് മെറ്റലിൻ്റെ കൂടെ ചേർക്കുന്നതെങ്കിലോ KOH എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ബേസ് ആയിട്ടും കിട്ടി അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെയും ചാർജുകളാണ് എഴുതിക്കുന്നത്. K+ എന്ന് പറയുമ്പോൾ ഒരു പ്ലസ് ചാർജാണുള്ളത്, Cl- എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജാണുള്ളത് അല്ലേ.
അതിൻ്റെ രണ്ടിൻ്റെയും ചാർജുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് എഴുതി. അതായത് ഇവിടെ K+ൻ്റെ ചാർജ് ഇങ്ങോട്ടും Cl- ചാർജ് ഇങ്ങോട്ടും എഴുതി. നോക്കാം, ഈ K+ൻ്റെ പ്ലസ് ചാർജാണ് ഈ ക്ലോറിന് കൊടുത്തത്, ഇതിൻ്റെ 1 ചാർജാണ് ഇതിന് കൊടുത്തത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 1 തന്നെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതി, ഒരു വ്യത്യാസമില്ല. ഇനി കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടർ അതിലുണ്ട് എങ്കിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് കളയാം. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് KCl എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കിട്ടി, അഥവാ ഒരു സോൾട്ട് കിട്ടി. അപ്പോൾ ഒരു സോൾട്ടിൻ്റെ നെയിം എഴുതുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്തൊരെണ്ണം കൂടി നോക്കാം. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ഏതാണ്? ഇവിടെ നോക്കിയേ, നമ്മൾ വേറെ 2 അയണുകളാണ് എടുത്തിരിക്കുന്നത് ആ ടേബിളിൽ നിന്ന്. ഒന്ന് Zn2+ എടുത്തു, അഥവാ പോസിറ്റീവ് ചാർജുള്ള അയൺ എടുത്തു, സിങ്ക് അയൺ. രണ്ടാമത്തത് ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു അയൺ എടുത്തു, നൈട്രേറ്റ് അയൺ അഥവാ NO3-. ഇനി നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ചാർജുകളെ, അതായത് വാലൻസുകളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് കാണിക്കാനാണ് ആ ആരോ ഇട്ടിരിക്കുന്നത്. ഇനി അതിനുശേഷം എന്താ ഉണ്ടാവണമെന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം. ഇവിടെ നോക്കൂ, NO3ക്ക് 1- ആയിരുന്നു. അപ്പോൾ ആ 1 എന്ന് പറയുന്നത് സിങ്കിൻ്റെ താഴെയും സിങ്കിൻ്റെ 2+ ചാർജ് ആയിരുന്നു അല്ലേ, 2 ആയിരുന്നു. ആ 2 എന്ന് പറയുന്നത് NO3ക്ക് മൊത്തം ആയതുകൊണ്ട് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ NO3 ട്വൈസ് അഥവാ 2 എന്ന് എഴുതി. അപ്പോൾ സിങ്ക് നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ട് നമുക്കിവിടെ ഫോം ചെയ്തു. So we write the positive and negative symbols of the both of the ions. Then indicate the charge of the ion in the subscript by interchanging. നമ്മൾ ഇവിടെ കണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെയായിരിക്കും കാണിക്കുക അല്ലേ. എന്നിട്ട് ഓൾമോസ്റ്റ് സിമിലർ 2 ഭാഗത്തും ഇപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒക്കെ കോമൺ ആയിട്ടൊരു ഫാക്ടർ അതിലില്ല. അപ്പോൾ ഇവിടെയും 2 ആണ്, സിങ്കിൻ്റെ താഴെയും 2 ആണ്, NO3യുടെ താഴെയും 2 ആണെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് രണ്ടിനും ZnNO3 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ സിങ്കിന് 1ഉം NO3ക്ക് 2 ആയതുകൊണ്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു നമ്പർ അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ZnNO3 എന്ന് എഴുതി. വേറൊരു ഉദാഹരണം നേരത്തെ കാണിച്ചല്ലോ, ഏതായിരുന്നു? മെഗ്നീഷ്യം കാർബണേറ്റിൻ്റെ കാണിച്ചു അല്ലേ, MgCO3യുടെ. അവിടെ കോമൺ ആയിട്ടുള്ള 2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് MgCO3യിലേക്ക് മാറിയില്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സോൾട്ടിൻ്റെ കെമിക്കൽ ഫോമുല എഴുതുമ്പോൾ അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് എപ്പോഴും സിമ്പിളായിരിക്കണം. അഥവാ സബ്സ്റ്റൻസ് തമ്മിൽ, അതായത് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിൽ ഒരു സ്മോളസ്റ്റ് റേഷ്യോയിലായിരിക്കണം എപ്പോഴും അവ തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുകയാണെന്നുവെച്ചെങ്കിൽ നമുക്ക് സോൾട്സിൻ്റെ കെമിക്കൽ ഫോമുല എഴുതാൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സോൾട്സിൻ്റെ കെമിക്കൽ ഫോമുല എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെയാണ് ഇവയുടെ യൂസസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആസിഡുകളുടെയും ആൽക്കലികളുടെയും യൂസസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇവയുടെ ഓരോ തരത്തിലുള്ള ഓരോ സോൾട്ടുകളുടെയും യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്നത് സോഡിയം ക്ലോറൈഡ് അഥവാ NaCl എന്ന കെമിക്കൽ ഫോമുലയുള്ള സോൾട്ടാണ്. ഈ സോൾട്ടിന് നമ്മൾ കോമൺ ആയിട്ട് പറയുക ടേബിൾ സോൾട്ട് എന്നാണ്. കോമൺ നെയിമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടേബിൾ സോൾട്ട് എന്നാണ്. അഥവാ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ്. മെയിനായിട്ടും ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഫ്ലേവറിങ് ഓഫ് ഫുഡ് സബ്സ്റ്റൻസിന് ഫ്ലേവേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് മേക്കിംഗ് ഓഫ് ഫ്രീസിങ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലബോറട്ടറി യൂസസിൽ സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യാൻ ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ഐസിൻ്റെയും സോൾട്ടിൻ്റെയും മിക്സ്ചർ ആയിരിക്കും ഈ സബ്സ്റ്റൻസ് ഫ്രീസിങ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അതൊരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ മീൻ നമ്മളൊന്നില്ലെങ്കിൽ മീൻ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് മീൻ കൊണ്ടുവന്ന് വിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ മീനിൻ്റെ കൂടെ
ഐസ് കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഐസ് മീനിൻ്റെ കൂടെ ഇടുന്നത്? പറയും മീൻ കേട് വരാതിരിക്കാൻ അല്ലേ? അതുതന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് സോഡിയം ക്ലോറൈഡും ഐസും കൂടിയിട്ടുള്ളതാണ്. അതെന്ത് ചെയ്യും? ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ മീനുകളും കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ടേബിൾ സോൾട്ടിൻ്റെ അഥവാ സോഡിയം ക്ലോറൈഡിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് കിട്ടിയല്ലോ. ഒന്ന് ഫ്ലേവറിങ് ഓഫ് ഫുഡാണ്, രണ്ടാമത് മേക്കിംഗ് ഓഫ് ഫ്രീസിങ് മിക്സ്ചറാണ്. ഇതിന് രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടേബിൾ സോൾട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് സിൽവൈൻ അഥവാ KCl പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ദുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട് അല്ലേ? അതായത് BP ഉള്ള പേഷ്യൻസിന് നോർമൽ സോഡിയം ക്ലോറൈഡ് അഥവാ കോമൺ സോൾട്ട് യൂസ് ചെയ്യുമ്പോൾ അവരുടെ BP കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ BP പേഷ്യൻസ് ആയവർക്ക് വേണ്ടിയിട്ട് ടേബിൾ സോൾട്ടിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസാണ് പൊട്ടാസ്യം ക്ലോറൈഡ് അഥവാ ഇന്ദുപ്പ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. അവിടെ നമ്മൾ കണ്ടല്ലോ ചിത്രത്തിൽ, എന്താണ്? പ്ലാന്റ്സ് ആണല്ലേ? പ്ലാന്റ്സിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. നോർമലി ഒരു ചെടിക്ക് വളരാൻ, ഒരു പ്ലാന്റ്സിന് ഗ്രോത്ത് നടക്കുന്നതിന് സഹായിക്കുന്ന ഒരു മിനറൽ കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഫാക്ടർ കൂടിയാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊട്ടാസ്യം നമുക്ക് സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യേണ്ടതായിട്ട് വരും. ചെടികൾ അവരുടെ ഫുഡിനുള്ള സബ്സ്റ്റൻസൊക്കെ സോയിൽസിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ചെടികളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇവയിലേക്ക് ഫെർട്ടിലൈസേഴ്സായിട്ട് ഈ സോഡിയം ക്ലോറൈഡ് പോലെ സബ്സ്റ്റൻസസ് ഉണ്ടാക്കാം. അപ്പോൾ കറസ്പോണ്ടിങ് സോഡിയം ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്? പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സോൾട്ട് നോക്കി, ഒന്ന് സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും. ഒന്ന് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന സോൾട്ടും, രണ്ടാമത് ഇന്ദുപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. ബ്ലൂ വിട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കളറിനെ കണ്ടോ? സബ്സ്റ്റൻസിൻ്റെ കളർ എന്താ? നീല കളറാണല്ലേ? കോപ്പർ സൾഫേറ്റ് അഥവാ തുരിശ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ എക്സ്പെരിമെൻ്റ് ഒക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവയ്ക്ക് പൊതുവെ ഫംഗിസൈഡ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പ്ലാന്റ്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്റ്റൻസ് ഒക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സബ്സ്റ്റൻസ് ആയിട്ടാണ് മെയിനായിട്ട് ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അത് നിങ്ങൾ കേട്ടിരിക്കും, ഇല്ലാച്ചെങ്കിൽ വലിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഇലക്ട്രോളിസിസിൽ ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കോപ്പർ സൾഫേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സോൾട്ട് നമ്മൾ കണ്ടു. നാലാമത്തതാണ് നിങ്ങൾക്ക് പരിചയമുള്ളൊരു സാധനം തന്നെയാണ് ബേക്കിംഗ് സോഡ അല്ലേ? ബേക്കിംഗ് സോഡ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഫുഡ് സബ്സ്റ്റൻസിനെ പൊന്തി വരാൻ വേണ്ടിയിട്ടാണല്ലേ? അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ബേക്കിംഗ് പൗഡേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്യുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്, അഥവാ NaHCO3 ആണല്ലേ കെമിക്കൽ ഫോമിൽ. മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറിൻ്റെ യൂസസ് തന്നെയാണ്. അതായത് ടൂത്ത് പേസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓവൻസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ക്ലീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റാസിഡ്സിൻ്റെ ബെനിഫിറ്റ്സൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ബേക്കിംഗ് സോഡയുടെ യൂസസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് കണ്ടല്ലോ, എന്താ അത്? ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ചിത്രമാണല്ലേ? അപ്പോൾ പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിലും എന്തുണ്ട്? ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടേബിൾ സോൾട്ട് കണ്ടു, സെർവൈൻസ് കണ്ടു, ബ്ലൂ വിട്രോൾസ് കണ്ടു, ബേക്കിംഗ് സോഡ കണ്ടു. ഇനി അടുത്തതാണ് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവല്ലോ. വാഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ സോപ്സിലൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ഏതാണ് ആ സബ്സ്റ്റൻസ്? സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന സോൾട്ടാണ് അതിൽ യൂസ് ചെയ്യുന്നത്. എൻ്റെ കെമിക്കൽ ഫോർമുല നോക്കൂ, Na2CO3.10H2O. അതാണ് ഇതിൻ്റെ കെമിക്കൽ ഫോർമുല.
കെമിക്കൽ ഫോമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചേരുംപടി ചേർക്കാന്നൊക്കെ പറഞ്ഞാൽ മാച്ച് ദി ഫോളോയിങ്ങിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കോമൺ സോൾട്ടിൻ്റെ നെയിമും അതിൻ്റെ കെമിക്കൽ ഫോമുലയോ അതിൻ്റെ യൂസസ് ഒക്കെ കൂടി തന്നിട്ട് മാച്ച് ദി ഫോളോയിങ് വരാം. അപ്പോൾ ഇതെല്ലാവരും ഓർത്ത് വയ്ക്കുക. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാഷിംഗ് ആണ് അതിൻ്റെ മെയിൻ പേർപ്പസ്. അപ്പോൾ അതാണ് അടുത്ത് നോക്കേണ്ടത്. വാഷിംഗ് സോഡയുടെ മെയിൻ പർപ്പസ് ഏതാണോ വാഷിംഗ് സബ്സ്റ്റൻസ് അത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ സോപ്സിൻ്റെ സോപ്പിൻ്റെ മാനുഫാക്ചറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് സോഡിയം കാർബണേറ്റുകളാണ്. അതുപോലെ തന്നെ ഗ്ലാസ് ഇൻഡസ്ട്രീസിൽ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിനും വാഷിംഗ് സോഡകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 യൂസസാണ് എല്ലാത്തിൻ്റെയും ഓർത്ത് വയ്ക്കേണ്ടത്. ഇത് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നു. ഒരു ഉദാഹരണം എന്തായാലും നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ മേക്കിംഗ് ഓഫ് സോപ്പ്, വാഷിംഗ് സോഡ ആണെങ്കിൽ മേക്കിംഗ് ഓഫ് സോപ്പാണ്. രണ്ടാമത്തത് ഗ്ലാസിൻ്റെ ഇൻഡസ്ട്രിയിൽ ഗ്ലാസസിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ജിപ്സം എന്ന് പറയുന്നത്. ജിപ്സത്തിൻ്റെ കെമിക്കൽ ഫോമിൽ എന്താ നോക്കൂ, കാൽസ്യം സൾഫേറ്റ് ആണല്ലേ, CaSO4.2H2O എന്താണ് ജിപ്സം. ഈ ജിപ്സം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിസിലാണ്. നമുക്കറിയാം നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രതിമകളൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. സ്റ്റാച്യൂസ് ഒക്കെ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഒടിയുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റർ ഇടുക എന്ന് പറയില്ലേ, അതിലുള്ള മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നതും എന്താണ്? കാൽസ്യം സൾഫേറ്റ് അഥവാ ജിപ്സം എന്ന് പറയുന്നതാണ്. അതുപോലെ സിമൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിലും നമുക്ക് എന്തിനു വേണ്ടി സഹായിക്കുന്നുണ്ട്? ജിപ്സം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒക്കെ നമുക്ക് പരിചയമുള്ള നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ ഒന്ന് മാത്രമായിരിക്കും കോപ്പർ സൾഫേറ്റ്, ബ്ലൂ വിട്രോൾ മാത്രമായിരിക്കും നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് കണ്ടിട്ടോ നേരിട്ടോ പരിചയമില്ലാത്തത്. ബാക്കിയൊക്കെ നമ്മുടെ ചുറ്റിലും അല്ലെങ്കിൽ നമ്മൾ കാണുകയും പരിചയമുള്ള സാധനങ്ങളാണ്. ഏറ്റവും ആദ്യം കണ്ടത് ഏതായിരുന്നു? ടേബിൾ സോൾട്ട് ആയിരുന്നു. ഒന്ന് നമ്മൾ പറഞ്ഞു ഫ്ലേവറിങ് ആണ്, ഫുഡിൻ്റെ ഫ്ലേവറിങ് ആണ്. പിന്നെ ഫ്രീസിങ് മിക്സ്ചർ, മീനൊക്കെ കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലബോറട്ടറീസിൽ നമ്മൾ ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇന്ദുപ്പ് അഥവാ സെർവൈൻസ് എന്ന് പറഞ്ഞു. സെർവൈൻസിൽ മെയിനായിട്ട് BP പേഷ്യൻസിന് ടേബിൾ സോൾട്ടിന് പകരം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ പ്ലാന്റ്സിന് എന്താവശ്യമുണ്ട്? പൊട്ടാസ്യം ആവശ്യമുണ്ട്, പൊട്ടാസ്യം അയൺസിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞത് കോപ്പർ സൾഫേറ്റ് അഥവാ ബ്ലൂ വിട്രോൾ ആണ്. ബ്ലൂ വിട്രോൾ ഫംഗിസൈഡ്സിൻ്റെ യൂസസിനും ഇലക്ട്രോളിസിസിൽ ഇലക്ട്രോലൈറ്റുമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമായിരുന്നു ബേക്കിംഗ് സോഡ. അതിൽ നമ്മളൊന്ന് പറയുക മാനുഫാക്ചറിങ് ഓഫ് ആസ് എ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിൽ ബേക്കിംഗ് സോഡ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞത് എന്തായിരുന്നു? വാഷിംഗ് സോഡയായിരുന്നു. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ എന്താ? ഒന്ന് ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ്ങിനും പിന്നെ സോപ്സ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുമായിരുന്നു. അടുത്തത് നമ്മൾ കണ്ടത് ജിപ്സം ആയിരുന്നു. ജിപ്സം എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കാനും സിമെൻസിൻ്റെ മാനുഫാക്ചറിങ്ങിനും വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സിലുമായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് പലതരത്തിലുള്ള സോൾട്ടുകളും അവയുടെ യൂസസും ആയിരുന്നു. ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലോ ഇന്നെടുത്ത ക്ലാസ്സിലോ എന്തെങ്കിലും സംശയങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.